യുഎസിൽ കുടിയേറ്റ നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ദുരിതത്തിലാകുന്നവരെ സഹായിക്കാൻ രണ്ട് വഴികൾ ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. മനുഷ്യക്കടത്തിന് ഇരയായവരെയും ഗാർഹിക പീഡനം അതിജീവിച്ചവരെയുമാണ് ഈ വഴികൾ സഹായിക്കുന്നത്. ഇവിടെ പറയുന്നത് മറിയ എന്ന ഒരു സ്ത്രീയുടെ കഥയാണ്. മറിയ ഒരു നല്ല ജീവിതം സ്വപ്നം കണ്ട് അമേരിക്കയിലെത്തി. എന്നാൽ താമസിയാതെ അവൾ ഒരു ദുരിത സാഹചര്യത്തിലകപ്പെട്ടു. അവൾക്ക് ശമ്പളമില്ലാതെ ഭീഷണികൾക്ക് കീഴിൽ ഒരുപാട് മണിക്കൂറുകൾ ജോലി ചെയ്യേണ്ടി വന്നു. അവൾക്ക് വിശ്രമം പോലും അനുവദിച്ചിരുന്നില്ല. അവൾ മനുഷ്യക്കടത്തിൻ്റെ ഇരയായിരുന്നു. ഒരു ദിവസം ഒരാൾ TVCയെക്കുറിച്ച് അവളോട് പറഞ്ഞു. ഇത് അവളെപ്പോലുള്ളവർക്കുള്ള ഒരു പ്രത്യേക സഹായമാണ്. മനുഷ്യക്കടത്തിന് ഇരയായവർക്ക് അത് ലൈംഗിക ചൂഷണത്തിനോ തൊഴിൽ ചൂഷണത്തിനോ ഉള്ള ഇരയായാലും ഈ വിസ സഹായകമാണ്. ഈ വിസ കിട്ടാൻ മറിയ താൻ ഇരയാണെന്ന് തെളിയിക്കണം. മനുഷ്യക്കടത്ത് കാരണം അവൾ US-ൽ എത്തിയെന്നും ഈ കുറ്റകൃത്യം അന്വേഷിക്കാൻ പോലീസിനെ സഹായിക്കാൻ തയ്യാറാണെന്നും കാണിക്കണം. അവളെ US-ൽ നിന്ന് പുറത്താക്കുന്നത് വളരെ അപകടമാണെന്നും തെളിയിക്കണം. ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ചാൽ മറിയയ്ക്ക് മുൻപ് എന്തെങ്കിലും കുടിയേറ്റ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും വിസ അവളെ സഹായിക്കും. ഈ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ അവൾക്ക് US വിട്ടുപോകേണ്ടി വരില്ല. വിസ ഉപയോഗിച്ച് മറിയയ്ക്ക് ഒരു വർക്ക് പെർമിറ്റും സോഷ്യൽ സെക്യൂരിറ്റി കാർഡും നേടാൻ കഴിയും. അവളുടെ കുട്ടികളെയും അപേക്ഷയിൽ ഉൾപ്പെടുത്താം. ഏകദേശം 3 വർഷം സ്റ്റാറ്റസിൽ കഴിഞ്ഞാൽ US-ൽ സ്ഥിരമായി താമസിക്കാൻ ഒരു ഗ്രീൻ കാർഡിനെ അപേക്ഷിക്കാം. മറിയയ്ക്ക് ഒരു പ്രതീക്ഷ കിട്ടി. സുരക്ഷിതമായ ഒരു ഭാവിയിലേക്ക് ഒരു വഴിയുണ്ടെന്ന് അവൾ അറിയുകയായിരുന്നു. ഡേവിഡിൻ്റെ കഥ കൂടി നമുക്ക് കേൾക്കാം. ഡേവിഡ് ഒരു US പൗരയെ വിവാഹം കഴിച്ചു. ഒരുപാട് കാലമായി അവൻ ഭാര്യയിൽ നിന്ന് വൈകാരികമായ ദ്രോഹവും ഭീഷണിയുമടക്കം കഠിനമായ ക്രൂരതകൾ അനുഭവിച്ചു. അവൻ ഗാർഹിക പീഡനത്തിന് ഇരയായിരുന്നു. ഭാര്യയുടെ സഹായമില്ലാതെ രാജ്യത്ത് തുടരാൻ കഴിയില്ലെന്ന് അവൻ വിശ്വസിച്ചു. അതുകൊണ്ട് അവൻ അവിടെ കുടുങ്ങിപ്പോയെന്നായിരുന്നു കരുതിയിരുന്നത്. അപ്പോഴാണ് ഡേവിഡ് വാവ സ്വയം അപേക്ഷയെക്കുറിച്ച് അറിയുന്നത്. വാവ എന്നാൽ വയലൻസ് അഗെയിൻസ്റ്റ് വുമൺ ആക്ട് ആണ്. ഈ നിയമം സ്ത്രീകളെ മാത്രമല്ല US പൗരനോ ഗ്രീൻ കാർഡ് ഉടമയോ ആയ ഭാര്യ, ഭർത്താവ്, കുട്ടി അല്ലെങ്കിൽ മാതാപിതാക്കളാൽ ദുരുപയോഗം ചെയ്യപ്പെട്ട ആർക്കും ഇത് സഹായമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനെ അപേക്ഷിക്കാൻ ഡേവിഡിന് ഉപദ്രവിക്കുന്ന ആളുടെ സഹകരണം ആവശ്യമില്ല എന്നുള്ളതാണ്. അപേക്ഷിക്കാൻ ഡേവിഡ് ലീഗലായി വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും കുറഞ്ഞത് ഒരു കാലത്ത് ഉപദ്രവിക്കുന്ന ആളുമായി ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടെന്നും താൻ നല്ല സ്വഭാവമുള്ള വ്യക്തിയാണെന്നും കാണിക്കണം. തൻ്റെ കേസ് തെളിയിക്കാൻ വ്യക്തിപരമായ കാര്യങ്ങൾ, മെഡിക്കൽ രേഖകൾ അല്ലെങ്കിൽ സാക്ഷികളുടെ കത്തുകൾ പോലും ഉപയോഗിക്കാം. ഡേവിഡ് ചെയ്ത കുടിയേറ്റ നിയമലംഘനങ്ങൾക്ക് വാവക്ക് മാപ്പ് കൊടുക്കാൻ കഴിയും. 1 വർഷത്തിനുള്ളിൽ അവൻ വർക്ക് പെർമിറ്റ് ലഭിക്കും. 21 വയസ്സിൽ താഴെയുള്ള വിവാഹം കഴിക്കാത്ത കുട്ടികളെയും അപേക്ഷയിൽ ഉൾപ്പെടുത്താം. ഏകദേശം 3-4 വർഷത്തിനുള്ളിൽ വാവ വഴി ഡേവിഡിന് ഗ്രീൻ കാർഡ് നേടാൻ കഴിയും. തന്നെ ഉപദ്രവിക്കുന്ന ആളെ ആശ്രയിക്കാതെ തനിക്കും തൻ്റെ കുട്ടികൾക്കും ഒരു പുതിയ ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിയുമെന്ന് ഡേവിഡ് മനസ്സിലാക്കി. ഈ വഴികൾക്ക് അപേക്ഷിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് മറിയയ്ക്കും ഡേവിഡിനും അറിയാമായിരുന്നു. അതിനാൽ അവർ പരിചയസമ്പന്നനായ കുടിയേറ്റ അഭിഭാഷകരുടെ സഹായം തേടിയിട്ടാണ് ഇതൊക്കെ ചെയ്തത്. മറ്റ് കുടിയേറ്റ നിയമങ്ങൾ മാറിയപ്പോഴും ഈ വഴികൾ ശക്തവും സുരക്ഷിതവുമായി നിലനിർത്തുന്നുണ്ട്. ഇത് വളരെ കാലമായുള്ള നിയമങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയതുകൊണ്ടാണ്. സുരക്ഷിതത്വവും സ്ഥിരമായ ഒരു വീടും തേടുന്ന ദുർബലരായ ആളുകൾക്കുള്ള രക്ഷാമാർഗമാണിത്. എന്താണ് വിസ എന്ന് നോക്കാം. വിസ എന്നത് മനുഷ്യക്കടത്തിന് ഇരയായവരെ സഹായിക്കാനുള്ള ഒരു പ്രത്യേക തരം ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ആണ്. ഇത് ഇരകൾക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ 4 വർഷം വരെ നിയമപരമായി താമസിക്കാനും ജോലി ചെയ്യാനും അനുവദിക്കും. മനുഷ്യക്കടത്ത് എന്നാൽ ആധുനിക അടിമത്തം എന്ന് പറയാം. ആളുകളെ നിർബന്ധിച്ചോ ചതിയിലൂടെയോ ഭീഷണിപ്പെടുത്തിയിട്ടോ അവരുടെ ഇഷ്ടമില്ലാതെ ജോലി ചെയ്യുകയോ സേവനങ്ങൾ ചെയ്യിക്കുകയോ ചെയ്യുന്നതിനെയാണ് മനുഷ്യക്കടത്ത് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും 2 തരത്തിലുണ്ട് ഇത്: ലൈംഗിക കടത്തും തൊഴിൽ കടത്തും, അതായത് സെക്സ് ട്രാഫിക്കിംഗ് ആൻഡ് ലേബർ ട്രാഫിക്കിംഗ്. ആളുകളെ നിർബന്ധിച്ച് വേശ്യാവൃത്തിക്ക് ഉപയോഗിക്കുക, അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിപ്പിക്കുക അല്ലെങ്കിൽ മറ്റ് വാണിജ്യപരമായ ലൈംഗിക പ്രവൃത്തികൾക്ക് ഉപയോഗിക്കുക. ഇതിനായി ഭീഷണിപ്പെടുത്തുകയോ ചതിക്കുകയോ ചെയ്യുന്നു. ഇര 18 വയസ്സിൽ താഴെയുള്ള കുട്ടിയാണെങ്കിൽ നിർബന്ധത്തിൻ്റെ ആവശ്യമില്ല. കാരണം കുട്ടികൾക്ക് വാണിജ്യപരമായ ലൈംഗിക പ്രവൃത്തികൾക്ക് സമ്മതം നൽകാൻ കഴിയില്ല. ഇതാണ് ലൈംഗിക കടത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തൊഴിൽ കടത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളുകളെ ഭീഷണിപ്പെടുത്തിയും ഉപദ്രവിച്ചും അല്ലെങ്കിൽ കബളിപ്പിച്ചും കൃഷിയിടങ്ങളിൽ, ഫാക്ടറികളിൽ, റെസ്റ്റോറൻറ്റുകളിൽ, വീടുകളിൽ ജോലിക്കായി നിർബന്ധിക്കുക എന്നതാണ്. വ്യാജ കടങ്ങൾ ഉണ്ടാക്കി അത് തിരിച്ചടക്കാൻ വേണ്ടി അടിമകളെപ്പോലെ ജോലി ചെയ്യിക്കുന്നതും ഇതിൽപ്പെടും. വിസ കിട്ടാൻ 4 പ്രധാന കാര്യങ്ങൾ നിങ്ങൾ പാലിക്കേണ്ടതുണ്ട്. നിങ്ങൾ ലൈംഗിക കടത്തിനോ തൊഴിൽ കടത്തിനോ ഇരയായിരിക്കണം. നിങ്ങൾ മനുഷ്യക്കടത്തിൻ്റെ ഫലമായി യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ ഉണ്ടായിരിക്കണം. നിങ്ങളെ കടത്തിയവരെക്കുറിച്ച് അന്വേഷിക്കുന്ന പോലീസിനെയോ മറ്റ് അധികാരികളെയോ നിങ്ങൾ സഹായിക്കണം. നിങ്ങൾ 18 വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിലോ അല്ലെങ്കിൽ ആഘാതം കാരണം സഹായിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിലോ ഇത് ബാധകമല്ല. നിങ്ങളെ നിങ്ങളുടെ രാജ്യത്തേക്ക് തിരിച്ചയച്ചാൽ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കുകയും ചെയ്യുമെന്നും നിങ്ങൾക്ക് തെളിയിക്കാനാകണം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ നിയമപാലകരുമായി സഹകരിക്കേണ്ടതില്ല. അതുപോലെ നിങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങൾ കാരണം അധികാരികളെ സഹായിക്കാൻ കഴിയില്ലെങ്കിലും നിങ്ങൾ വിസയ്ക്ക് അപേക്ഷിക്കാൻ യോഗ്യനാണ്. നിങ്ങൾക്ക് വിസ ലഭിച്ചാൽ നിങ്ങൾക്ക് 4 വർഷം വരെ US-ൽ നിയമപരമായി താമസിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് സ്വയം തൊഴിൽ ചെയ്യാൻ അനുവാദമുണ്ടായിരിക്കും. കൂടാതെ സോഷ്യൽ സെക്യൂരിറ്റി നമ്പർ നേടാനും സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകേണ്ടി വരില്ല. നിങ്ങൾക്ക് ഫുഡ് സ്റ്റാമ്പ്, ജോലി
പരിശീലനം തുടങ്ങിയ ഫെഡറൽ ആനുകൂല്യങ്ങൾക്ക് അർഹതയുമുണ്ടാകും. ചില കുടുംബാംഗങ്ങൾക്കും നിങ്ങളോടൊപ്പം ടി വിസ ലഭിക്കും. 3 വർഷം ടി വിസ സ്റ്റാറ്റസ് ഉണ്ടായിരുന്ന ശേഷം നിങ്ങൾക്ക് ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാം. അതിനർത്ഥം നിങ്ങൾക്ക് ഒരു സ്ഥിരതാമസക്കാരനാകാനും പിന്നീട് US പൗരത്വത്തിന് അപേക്ഷിക്കാനും കഴിയും. ടി വിസ അപേക്ഷാ പ്രക്രിയ പൂർത്തിയാക്കാൻ സാധാരണയായി 12 മുതൽ 36 മാസം വരെ എടുക്കും. എല്ലാ ടി വിസ അപേക്ഷകളും വെർമോണ്ട് സർവീസ് സെൻ്ററിലാണ് നടക്കുന്നത്. ഇതിന് അപേക്ഷിക്കാൻ ഫീസൊന്നുമില്ല. മനുഷ്യക്കടത്ത് ഇരകളെ അവരുടെ ദുരിതങ്ങളിൽ നിന്ന് രക്ഷിക്കാനും ആഘാതത്തിൽ നിന്ന് കരകയറ്റാനും ജീവിതം പുനർനിർമ്മിക്കാനും നിയമപാലകരെ സഹായിക്കാനും വേണ്ടി 2000-ലാണ് ടി വിസ പ്രോഗ്രാം ആരംഭിച്ചത്. ഇനി എന്താണ് വാവ, അതായത് വയലൻസ് അഗൈൻസ്റ്റ് വുമൺ ആക്ട് എന്ന് നോക്കാം. വയലൻസ് അഗൈൻസ്റ്റ് വുമൺ ആക്ട് ആദ്യമായി പാസ്സാക്കിയത് 1994-ലാണ്. അതിനുശേഷം പലതവണ ഇത് പുതുക്കിയിട്ടുണ്ട്. ഈ നിയമം പ്രധാനമായി 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഗാർഹിക പീഡനം, ലൈംഗികാതിക്രമം, പിന്തുടരൽ എന്നിവ തടയുന്നതിന് അമേരിക്കയിൽ ഫെഡറൽ ഫണ്ടിങ്ങും പ്രോഗ്രാമുകളും നൽകുന്നു. അമേരിക്കൻ പൗരന്മാരെയോ സ്ഥിരതാമസക്കാരുമായോ വിവാഹിതരായ അല്ലെങ്കിൽ ബന്ധമുള്ള ദുരിതബാധിതർക്ക് പ്രത്യേക ഇമിഗ്രേഷൻ ആനുകൂല്യങ്ങൾ നൽകുന്നു. വാവായുടെ ഇമിഗ്രേഷൻ ഭാഗം ദുരിതബാധിതരെ അവരുടെ ദുരുപയോഗം ചെയ്യുന്നയാൾ അറിയാതെ തന്നെ നിയമപരമായ സ്ഥിതിക്ക് അപേക്ഷിക്കാൻ അനുവദിക്കുന്നു എന്നുള്ളതാണ്. ആർക്കൊക്കെ വാവയ്ക്ക് അപേക്ഷിക്കാമെന്ന് നോക്കാം. നിങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന ഒരു അമേരിക്കൻ പൗരൻ്റെയോ സ്ഥിരതാമസക്കാരൻ്റെയോ ഭാര്യയോ ഭർത്താവോ ആയിരിക്കണം നിങ്ങൾ. ദുരുപയോഗം കാരണം വിവാഹമോചനം നേടിയവരായിരിക്കണം. വിവാഹമോചനം കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ അപേക്ഷിക്കണം. ദുരുപയോഗം ചെയ്ത US പൗരനായ പങ്കാളി മരിച്ചാലും അപേക്ഷിക്കാം. നിയമപരമായി വിവാഹിതരാണെന്ന് കരുതിയിരിക്കുമ്പോൾ നിങ്ങളുടെ പങ്കാളിക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് കണ്ടെത്തുകയാണെങ്കിൽ അപേക്ഷിക്കാം. 21 വയസ്സിൽ താഴെ പ്രായമുള്ളവരും വിവാഹിതരല്ലാത്തവരുമായ കുട്ടികൾക്ക് അപേക്ഷിക്കാം. അമേരിക്കൻ പൗരനോ സ്ഥിരതാമസക്കാരനുമായ മാതാപിതാക്കളാൽ ദുരുപയോഗം ചെയ്യപ്പെട്ടവരായിരിക്കണം. ദുരുപയോഗം കാരണം നേരത്തെ അപേക്ഷിക്കാൻ കഴിയാതെ പോയെങ്കിൽ 25 വയസ്സ് വരെ അപേക്ഷിക്കാം. 21 വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ള US പൗരനായ മകനോ മകളോ ദുരുപയോഗം ചെയ്താൽ മാതാപിതാക്കൾക്കും അപേക്ഷിക്കാം. വാവ അംഗീകാരം ലഭിച്ചാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങളെ നിങ്ങളുടെ രാജ്യത്തേക്ക് തിരിച്ചയക്കില്ല. നിങ്ങൾക്ക് ഒരു വർക്ക് പെർമിറ്റും സോഷ്യൽ സെക്യൂരിറ്റി നമ്പറും ലഭിക്കും. നിങ്ങൾക്ക് സ്ഥിരതാമസത്തിനായി അപേക്ഷിക്കാം. നിങ്ങളുടെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ദുരുപയോഗം ചെയ്യുന്നയാളുടെ നിയന്ത്രണത്തിലായിരിക്കില്ല. വിവാഹിതരല്ലാത്ത 21 വയസ്സിൽ താഴെയുള്ള നിങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ അപേക്ഷയിൽ ഉൾപ്പെടുത്താം. അപേക്ഷിക്കാനായി ആവശ്യമായ രേഖകൾ ശേഖരിച്ച് I-360 ഫോം പൂരിപ്പിച്ച് നൽകുകയാണ് വേണ്ടത്. നിങ്ങളുടെ അപേക്ഷ ലഭിച്ചെന്ന് USCIS സ്ഥിരീകരിക്കും. നിങ്ങൾ അടിസ്ഥാന ആവശ്യകതകൾ പാലിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സംരക്ഷണം ലഭിക്കും. അതുപോലെ ആനുകൂല്യങ്ങളും ലഭിക്കും. USCIS നിങ്ങളുടെ അപേക്ഷ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യും. അപേക്ഷ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് സ്ഥിരതാമസത്തിനായി അപേക്ഷിക്കാം. മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.